കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ റായ് ബച്ചൻ റെഡ് കാർപ്പറ്റിൽ ഒരു പേർപ്പിൾ ഗൗൺ ആയിട്ടിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് കാഴ്ചവെച്ചു. ആൻഡ് ഷീ ഓൺഡ് ഇറ്റ്. ഷീ ഈസ് റിയലി ദ ക്വീൻ ഓഫ് റെഡ് കാർപ്പറ്റ്സ്. പക്ഷേ അവർ വല്ലാതെ ട്രോൾ ചെയ്തു ഒരാൾ, തലമൂത്തൊരു ജേർണലിസ്റ്റ്, പത്മശ്രീ അവാർഡ് വിന്നർ. അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവരെ കണ്ടാലറിയാം രാവിലെ തൊട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരെ പോലെ ഒരാൾക്ക് 1000 ആലിയ ഭട്ടുമാരെയും ജാൻവി കപൂറിനെയും വിഴുങ്ങാമെന്ന്. എന്തൊരു വൃത്തിയായിട്ട് കമൻ്റ് അല്ലേ! ഒരു കാലഘട്ടത്തിൽ ഏതൊരു കൊച്ചുകുട്ടിയോടും ഏറ്റവും സുന്ദരി ആരാണെന്ന് പറഞ്ഞാൽ ഐശ്വര്യ റായ് എന്നേ പറയാവൂ. ഐശ്വര്യയുടെ കണ്ണുകൾ, ഐശ്വര്യയുടെ ആക്ടിങ് സ്കിൽസ്, ഐശ്വര്യയുടെ ഡാൻസിങ് സ്കിൽസ്. ഇപ്പോൾ അവർക്ക് പ്രായമായി, ഒരു ടീനേജ് കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ട്. ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അവരവരുടെ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല ഇഷ്യൂസും കാണും. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ സ്ഥിതി. ദേ എക്സ്പെക്ട് ഹർ ടു ബി ദ സെയിം. ആണുങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഏജ് ആവാം, മെയിൽ ആക്ടേഴ്സ് എങ്ങനെയാണെങ്കിലും ഏജ്ഡ് ആവാം, അവർക്ക് വിക്ക് വയ്ക്കാം, പലതും ചെയ്യാം. പക്ഷേ ലേഡീസ് ഏജ്ഡ് ആയ ദേ ആർ ഔട്ട്. തെറ്റായൊരു പ്രവണതയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫാറ്റ് ഷെയ്മിങ് ഇപ്പോൾ ഭയങ്കര റാമ്പൻ്റ് ആയിട്ട് നടക്കുകയാണ്. വണ്ണമുള്ളവരെ എല്ലാവരെയും കളിയാക്കും, നിറമുള്ളാത്തവരെയും വണ്ണം ഇല്ലാത്തവരെയും. പക്ഷേ വണ്ണമുള്ളവർക്ക് ഈ ഉപദേശം കൊടുക്കുന്നതേ അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഡാൻസ് അക്കാഡമി, ഞാൻ ഡാൻസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡാൻസ് അക്കാഡമിയിൽ ഒരു ടഫ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ കാലൊന്ന് ചെറുതായിട്ട് ഉളുക്കി. അതുകൂടാതെ ഞാൻ പഴനിമല കയറി 1000 സ്റ്റെപ്പ് മുകളിൽ കയറി 2 മണിക്കൂർ ക്യൂ നിന്ന് 1000 സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഞൊണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞൊണ്ടി ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു അപ്പാപ്പൻ എന്നെ വഴി തടഞ്ഞു. എന്നിട്ട് എന്താ മോളെ പ്രശ്നം എന്നും കൂടെ ചോദിച്ചില്ല. ഭക്ഷണം നല്ലോണം കൺട്രോൾ ചെയ്യും, അപ്പോൾ വണ്ണം കുറഞ്ഞാൽ ഈ ഇതുപോലെയുള്ള വേദനകളും ജോയിൻറ്റ് പെയിനും കുറയും. ഈ ഓട്ടോറിക്ഷക്കാരൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് മണ്ടം PhD എടുത്തെന്ന് എനിക്കറിഞ്ഞൂടെ, ഉപദേശം തരുന്നതാണ്. അല്ല, വണ്ണമുള്ള എനിക്കറിഞ്ഞൂടെ? ഞാൻ വണ്ണം വയ്ക്കുന്നത് ഭക്ഷണം കഴിക്കുകയാണെന്ന് ആണ് അയാളുടെ വിചാരം. എന്നിട്ട് ഏറ്റവും രസം അതല്ല, അവിടെ അടുത്ത് വേൾഡ് ഫിസിയോ എന്ന് പറഞ്ഞൊരു ഫേമസ് ഫിസിയോ തെറാപ്പി സെൻറ്റർ ഉണ്ട്. ആ വേൾഡ് ഫിസിയോ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളോട് പറയാം, ഇവിടെ ചെന്ന് ആയുർവേദിക് മസാജ് ചെയ്തു. അതായത് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ആയുർവേദിക് മസാജ് ചെയ്യാൻ. ഞാൻ താങ്ക് യു പറഞ്ഞു പോകുന്നു. പിന്നെ ഒരു ഉപദേശം കൂടെ തന്നു, 4 മണിക്ക് ശേഷം വെള്ളം മാത്രം കുടിച്ചാൽ മതി. ഓ, സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് കാനിൽ റെഡ് കാർപ്പറ്റിൽ ഒരു ഗൗൺ ഇട്ടുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ. എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഫാറ്റ് ഷെയിം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 20 വയസ്സുകാരിയായ പെൺകുട്ടിയായിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്. 45+. ആ കുട്ടിയുടെ പ്രായത്തിൽ എനിക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് ബട്ട് ഐ എം ട്രൈങ് അല്ലേ. ഈ ഒരു ഏജിലും ഞാൻ ട്രൈങ് ടു വർക്ക് ഔട്ട്, ട്രൈങ് ടു ഡാൻസ്, ട്രൈങ് ടു ക്ലൈംബ് ഓൾ ദോസ് സ്റ്റെപ്സ്. പഴനിമല കയറിയപ്പോഴേക്കും മെലിഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ അണച്ച് അവരുടെ മെയിൽ റിലേറ്റീവ്സിൻ്റെ കൈകളിലോട്ട് മറിഞ്ഞ് വീണ് കയറിപ്പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറ്റുമ്പോൾ ഈ ഒരു ഏജിലും ഇതുപോലെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിച്ച് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അതൊന്നും ആർക്കും കാണണ്ടല്ലോ, എല്ലാവർക്കും വണ്ണം കണ്ടാൽ മതിയല്ലോ. സോ ട്രൈ ടു അവോയ്ഡ് ഫാറ്റ് ഷെയ്മിങ് അതേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പാവം ഐശ്വര്യ റായിനെ വെറുതെ വിടുന്നില്ല, പിന്നെ സാധാരണക്കാർ.